നമസ്കാരം ഗൈസ്. അപ്പോൾ റിയൽമി ഇന്നലെ അവിടെ രണ്ട് കിടുക്കാച്ച് പുതിയ ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയൽമി GT എന്ന് പറഞ്ഞൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണും അതേപോലെ തന്നെ റിയൽമി GTയുടെ ഒരു മാസ്റ്റർ എഡിഷൻ എന്ന് പറഞ്ഞൊരു ഫോണും. രണ്ടും അടിപൊളി ഫോണാട്ടോ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽമി GT 5Gയുടെ ഫീച്ചേഴ്സും സ്പെക്കും ക്യാമറ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിത് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. സോ റിയൽമി GT മാസ്റ്റർ എഡിഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നമ്മളും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നേരെ എന്ത് ചെയ്യാം വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഓരോ കാറ്റഗറി നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കുന്നതാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം ബിൽഡ് ക്വാളിറ്റിനെ പറ്റും, അതേപോലെ തന്നെ പെർഫോമൻസ്, പിന്നെ ക്യാമറ, ഡിസ്പ്ലേ, ബാറ്ററി, ലാസ്റ്റ് അതർ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കും. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ റിയൽമി GT 5Gയുടെ ബിൽഡ് ക്വാളിറ്റി ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എക്കോ ലെതർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഷേപ്പും അല്ലെങ്കിൽ ആ ഒരു ബാക്കിലുള്ള മെറ്റീരിയൽ കണ്ടാൽ മനസ്സിലാവും അതൊരു ലെതർ മെറ്റീരിയൽ ആണെന്നാണ് അവർ പറയുന്നത്, ഒരു എക്കോ ലെതർ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഫോണിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 186 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. അതേപോലെ തന്നെ 8.4 mm തിക്നെസ്സും വരുന്നുണ്ട്. വലിയ രീതിക്കുള്ള വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നോർമലായിട്ട് ഫോൺ കൈക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫോണിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ കോൾക്കം സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിട്ടുള്ള കോൾക്കം സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഒരു 5G ചിപ്സെറ്റ് ആട്ടോ. ഒരു ഒക്ടാകോർ പ്രൊസസ്സറും കൂടിയാണിത്. ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ ഫാബ്രിക്കേഷൻ നോക്കുകയാണെങ്കിൽ 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 11 വരുന്നുണ്ട്, ആൻഡ്രോയിഡിൻ്റെ 11 അതേപോലെ തന്നെ റിയൽമി UI 2.0 വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു കളറായിട്ടുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഫോണിൽ കിട്ടുക. പിന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ UFS 3.1 സ്റ്റോറേജ് ആണ് വന്നുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആയിരിക്കും. റാമും നോക്കുകയാണെങ്കിൽ LPDDR5 റാമാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ്റെ റാം തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ റാം അഡീഷൻ ഫീച്ചർ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ 8GB അല്ലെങ്കിൽ 12GB ഫോൺ എടുക്കുകയാണെങ്കിൽ അതിലൊരു 7GB റാം നമുക്ക് എന്ത് ചെയ്യാം റാം അഡീഷൻ ഓപ്ഷൻ ആയിട്ട് കൂട്ടാനായിട്ട് പറ്റും. സോ 19GB റാം ആയിട്ടുള്ള ഫോണായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേസ്. ഓക്കെ, കിടുക്കാച്ച് ഫീച്ചർ. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അഡ്രീനോൻ്റെ 660 ആണ് വന്നിട്ടുള്ളത്. അഡ്രീനോ 660 ആണ് ഗ്രാഫിക്സ് കൊടുത്തിട്ടുള്ളത്. സോ പബ്ജി കാര്യങ്ങൾ കളിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഗ്രാഫിക്സും പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഫോണിൽ കിട്ടാം. സോ പെർഫോമൻസ് വൈസ് ഈ ഫോൺ അടിപൊളിയാണ്. സ്നാപ്ഡ്രാഗൺ 888 വേറെ ലെവൽ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ. റിയൽമി GT 5Gയുടെ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിന് വരുന്നുണ്ട്. സോ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഫോണിൽ കിട്ടുക. മാത്രമല്ല കേസ് 360 ഹെർട്സിൻ്റെ ഒരു ടച്ച് റെസ്പോൺസും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിം കളിക്കുമ്പോൾ വേറെ ലെവൽ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഫോണിൽ കിട്ടുക. പിന്നെ പിക്സൽ ഡെൻസിറ്റിയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 409 ppi ആണ്. HDR10+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 600 nits ആണ്. പക്ഷേ ചില ആളുകളൊക്കെ അത് 1000 nits എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടത് 600 nits ആണ്. എന്തായാലും ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കുഴപ്പമില്ലാത്തൊരു ബ്രൈറ്റ്നസ് നമുക്ക് എന്തായാലും ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. 1000 ആണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും, 600 ആണെങ്കിൽ ഒരു മീഡിയം ലെവൽ ബ്രൈറ്റ്നസ് ആയിരിക്കും നമുക്ക് ഈ ഫോണിൽ കിട്ടുക. ഗസ് അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഡിസ്പ്ലേ തന്നെയല്ലേ. ഈ ഒരു റേഞ്ചിൽ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേ തന്നെ കൈ വെച്ചിട്ട് തുറക്കുന്ന ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെറ്റപ്പാണ് ഇതിൽ വന്നുള്ളത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ ഞാനൊരു എന്താ പറയുക കുഴപ്പങ്ങളും കാര്യമൊന്നുമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഡിസ്പ്ലേ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ റിയൽമി GT 5Gയുടെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ റിയൽമി GTയിൽ വന്നുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. ട്രിപ്പിൾ ക്യാമറ മൊഡ്യൂളാണ് വന്നിട്ടുള്ളത്. 64 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, f1.8 ആണ് അതിൻ്റെ അപ്പേച്ചർ വാല്യൂ എന്ന് പറയുന്നത്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. ഒരു കുഴപ്പമില്ലാത്ത സെറ്റപ്പ് അല്ലേ. ബാക്കിൽ തന്നെ ഡ്യുവൽ LED വരുന്നുണ്ട്. അതായത് നമുക്ക് 2 ഫ്ലാഷ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല നമുക്ക് 4K ആയിട്ട് 30-60 FPS എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 1080p ആയിട്ട് 30-60 240 FPS വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ ക്വാളിറ്റി വൈസ് എനിക്കൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് റിയൽമി GT 5Gയിൽ കിട്ടുക. പിന്നെ കേസ് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 16 MP സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് കിട്ടും. f2.5 ആണ് അതിൻ്റെ അപ്പേച്ചർ വാല്യൂ എന്ന് പറയുന്നത്. സോ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് എന്തായാലും ഈ ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ സെൽഫിയും കാര്യങ്ങളൊക്കെ അടിപൊളി വരെയാണ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ കേസ് റിയൽമി GT 5Gയുടെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒരു 4500 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു ലിഥിയം പോളിമർ ബാറ്ററി കേട്ടോ. മാത്രമല്ല 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ വേറെ ലെവൽ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഏകദേശം ഒരു അരമണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് നമുക്ക് 0 to 100 എത്തിക്കാനായിട്ട് പറ്റും. മാത്രമല്ല കേസ് ഇതിൽ റിവേഴ്സ് ചാർജിങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഫോണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിവൈസും കാര്യങ്ങളൊക്കെ നമുക്ക് റിവേഴ്സ് ചാർജ് വഴി പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാനായിട്ടും പറ്റും. സോ അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടി ഈ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് അതർ ഫീച്ചേഴ്സ് നോക്കാം.
നോക്കുകയാണെങ്കിൽ ഇതിൽ ഡ്യുവൽ 5G വരുന്നുണ്ട്. ഒരുപാട് 5G ബാൻഡ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ നോക്കുന്ന കാര്യമാണ് 5G ബാൻഡ്സ് എത്ര ഉണ്ട്. ഇതിലേകദേശം 10 മുകളിലായിട്ട് 5G ബാൻഡ്സ് വരുന്നുണ്ട്. 2 സിമ്പിളും 5G നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ഇയർഫോൺ ജാക്ക് വരുന്നുണ്ട് 3.5mm. അതേപോലെ തന്നെ NFC നമുക്ക് ഇതിൽ സപ്പോർട്ടറാണ്. സോ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്കിതിൽ Wi-Fi 6 വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് ചാമ്പർ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു കൂളിംഗ് ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുക. പോക്കോ F3 GT അങ്ങനെ ഒരു ചാമ്പർ കൂളിംഗ് സിസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിലും ഒരു സ്റ്റെയിൻലെസ് ചാമ്പർ കൂളിംഗ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ച എല്ലാ കാറ്റഗറിയും നോക്കുമ്പോൾ എനിക്ക് എല്ലാം അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് തരുന്നത്. ക്യാമറ പിന്നെ ഒരു നോർമലായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേയും പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. സോ നിങ്ങൾക്ക് ആ കാര്യത്തിന് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുക്കാച്ചി വേറെ ലെവൽ ഫോൺ തന്നെയാണ്. റിയൽമിയുടെ ഉരുക്ക് ഫോൺ അല്ലെങ്കിൽ കരുത്തനായ ഫോൺ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Realme GT 5G എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ പ്രൈസിങ് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ 8GB 128GB വരുന്നത് 37,999 രൂപയും 12GB 256GB വരുന്നത് 41,999 രൂപയും. ഓക്കെ, അപ്പോൾ ഒരു ഈ ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഫോൺ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ് സ്റ്റാർട്ടിങ് വന്നുള്ളത്. 37,000 രൂപയ്ക്ക് കിടക്കാച്ച ഫോൺ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫോൺ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ, ക്യാമറ റിവ്യൂ, പെർഫോമൻസ് റിവ്യൂ എല്ലാം കണ്ടിട്ട് മാത്രമേ വാങ്ങൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാതെ നിങ്ങൾ പോകരുത്. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കേട്ടോ. ഗുഡ് ബൈ ഗൈസ്.